ബംഗളൂരുവിലെ ഹോട്ടലിൽ നടന്നത് IED സ്ഫോടനമെന്ന സൂചന. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോയെന്ന് സംശയമെന്ന അന്വേഷണ സംഘം. ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു സ്ഫോടനമുണ്ടായത്. മനീഷ് മൂർത്തി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ 3 രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒന്ന്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. മറ്റൊന്ന്, ഈ ഹോട്ടലിനകത്ത് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതായത് ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ആ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്ന ലീക്കാണോ അതിനുള്ള കാരണം, സ്ഫോടനത്തിനുള്ള കാരണം എന്ന് പരിശോധിക്കുന്നു. മറ്റൊന്നാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അട്ടിമറി ശ്രമത്തിലേക്കുള്ള ഒരു സൂചനകൾ. അത് അവിടെ നിന്നും കണ്ടെത്തിയ ഒരു ബാഗ്, അത് ഈ കടയുടെ ഉടമസ്ഥ പറയുന്നുണ്ട് അത്തരത്തിൽ ആ ഒരു ബാഗാണ് ഈ അതായത് ദുരൂഹ സാഹചര്യത്തിലാണ് ബാഗ് അവിടെ കണ്ടത്, ആ ബാഗിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഉടമ തന്നെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ. അവിടെ നിലവിലിപ്പോൾ അവിടെ IG അശോക് മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. NIA സംഘമുണ്ട്. മാത്രമല്ല ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ബോംബ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഫോറൻസിക് ടീം, ഇത്രയും സംഘങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ രമേശ്വരം കഫയിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഒരു അട്ടിമറി സാധ്യതയൊന്നും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ പോലീസിൽ നിന്നൊന്നും തന്നെ പോലീസ് ഇതൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ, അതായത് ആ രീതിയിലാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് സ്വാഭാവികമായും അവിടെയുള്ള ഉടമ പോലും, അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമ പോലും പറയുന്നത് അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ബാഗ് ഉണ്ടായിരുന്നു, ഈ ബാഗിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. എന്തായാലും എല്ലാ മേഖലകളിലേക്കും അന്വേഷണമുണ്ട്. CCTV-കൾ, അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ രീതിയിലാണ് എന്തായാലും അന്വേഷണം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോ ഒന്നും തന്നെ ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അത് അവർ തള്ളുന്നുമില്ല. അവർ പറയുന്നത്, മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്തായാലും പരിശോധനാ ഫലങ്ങൾ വരട്ടെ, ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്നാണ് പ്രവിധ. ബംഗളൂരുവിലെ ഹോട്ടലിൽ നടന്നത് IED സ്ഫോടനമെന്ന് സൂചന. സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് മനീഷ് മൂർത്തി നൽകിയത്.